ഹലോ ഗൈസ്, 3 കോമറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആയിരുന്നു, ഞങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരിയിലുള്ള മുനിസിപ്പൽ പാർക്കിൽ കയറി. ഞങ്ങൾ മിക്കവാറും പോകാറുള്ള ഒരു പാർക്കാണ്. പിള്ളേർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്കാണ് ഇത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്കായിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഇലക്ട്രിക് കാറിൻ്റെ സെക്ഷനാണ്. അതുപോലെ തന്നെ ബുൾ റൈഡുണ്ട്. ഒക്കെ വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസാണ്. എല്ലാ പാർക്കിലും എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന് ഇച്ചിരി സ്പെഷ്യാലിറ്റി കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ചുറ്റും മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്ക് വന്നാലും നല്ല തണുപ്പും നല്ല കാറ്റും നമുക്ക് എന്താണേലും നല്ലൊരു എൻജോയ്മെൻറ്റ് അവിടെ കിട്ടും. ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്. ഇവിടെ കയറുന്നതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അഡൽട്ടിന് 30 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. അതിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ എൻട്രി ഫ്രീയുമാണ്. ഇങ്ങനെയുള്ള സോഫ്റ്റ് ടോയ്സും അല്ലാതെയുള്ള റൈഡുകളും എല്ലാം ഇവിടെ തികച്ചും സൗജന്യം തന്നെയാണ്. പക്ഷേ ഈ ബുൾ റൈഡ് കയറണമെങ്കിലും ബോട്ടിങ്ങിന് പോകണമെങ്കിലും അല്ല ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്നാക്സ് ബാർ ഒരു രക്ഷയില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ബുൾ റൈഡ്. ഭയങ്കര രസമാണ് കേട്ടോ, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഒന്നും പേടിക്കാനില്ല, വളരെ സേഫാണ്. അവരതനുസരിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് കൂട്ടത്തുള്ളൂ. കയറുന്ന കുട്ടികളുടെ പ്രായം അനുസരിച്ചാണ് ഇതിൻ്റെ ലിവർ ഇവർ കൺട്രോൾ ചെയ്യുന്നത്. റീസാമോള് പിന്നെ പണ്ടേ പുലിയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അവൾ കുറേ സമയം പിടിച്ചിരിക്കും. ആലനും കുഴപ്പമില്ല. പക്ഷേ ആൽഫിമോൻ്റെ കാര്യം അങ്ങനല്ല കേട്ടോ. നമ്മുടെ സുരേഷ് ഗോപി സാറ് പറയുന്ന പോലെ ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന പോലാണ്. കയറുന്നതും കാണാം, താഴെ വീഴുന്നതും കാണാം. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ശരിക്കും മടുക്കുകയും വിശക്കുകയും ചെയ്തു പിള്ളേർക്ക്. പിന്നെ ഞങ്ങൾ അവിടെ കയറി കുറേ നഗറ്റ്സും ഐസ്ക്രീമും ജ്യൂസും എല്ലാം കുടിച്ചു. കളിയെല്ലാം കഴിഞ്ഞ് സ്നാക്സും കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ കക്ഷികളാണ് പിന്നെയും ഇലക്ട്രിക് കാറിലും കയറി അടുത്തുള്ള റൈഡയിലും കയറി ഇങ്ങനെ നടന്നു. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ കയറി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഏകദേശം ഒരു 6 മണിയോളം ആയിരുന്നു. പക്ഷെ സത്യം പറയാമല്ലോ, ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ഷീണമോ ഞങ്ങൾക്കും ഉണ്ടായില്ല. നല്ല തണലും കാറ്റും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതൊരു നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താണേലും നിങ്ങൾ ഉറപ്പായും കുട്ടികളുമായി ഈ പാർക്കിൽ പോകണമെന്ന് ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുകയാണ്. അതിനുള്ള കാരണം ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഒരുവിധം പറഞ്ഞ് ദാണ്ടെ 3 പേരെയും കാറിൽ നിന്നൊക്കെ ഇറക്കി ഞങ്ങൾ ദാണ്ടെ തിരിച്ചു പോവുകയാണ്. അലനും ട്രീസയും ഓക്കെ ബൈ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. പക്ഷേ ആൽഫിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.